തൊഴിലാളികളുടെ ഒരു വ്യാഖ്യാനം, ഈ സർക്കാർ നൽകിയൊരു വ്യാഖ്യാനത്തെക്കുറിച്ചും പിന്നെ എങ്ങനെയാണ് സർക്കാരിൻ്റെ നിലപാട് എന്നുള്ളതിനെ കുറിച്ചും പിന്നെ അവരുടെ സ്ഥിരം കവിതയുണ്ടല്ലോ, ഇപ്പം അവസാനം ബഡ്ജറ്റിൽ വരെ അവർ ചൊല്ലി വെച്ചിട്ടുള്ള മതമാണ് പ്രശ്നം, ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു പോയി. അപ്പം ഭരണത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഒരിക്കലും പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. നിലവിൽ നമുക്ക് അക്ഷരം, ആരോഗ്യം, സൗന്ദര്യം എന്നുള്ള ഒരു 3 ഘടകം എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിനെ നമുക്ക് വായിക്കുകയാണ് എങ്കിൽ അങ്ങ് പ്രത്യേകിച്ച് അവസാനമായിട്ട് നടത്തിയിട്ടുള്ള ചെറുത്തുനിപ്പൊക്കെ കേരളത്തിലുള്ള ജനങ്ങൾ കണ്ടതാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ തൊഴിലാളികളോട് ഈ സർക്കാർ പെരുമാറുന്നത്? വികസനത്തിൽ എത്ര വരെ ഈ സർക്കാരിന് നമ്മൾ മാർക്കിടും? യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ആണല്ലോ. കമ്മ്യൂണിസം നിലനിൽക്കുന്നത് തന്നെ സാധാരണക്കാരെയും പാവപ്പെട്ടവരുടെയും സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുകയും എന്ന ഒരു മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സംവിധാനം തന്നെ ഉണ്ടായി വന്നതും വളർന്നു വന്നതും ഒരു പരിധി വരെ നിലനിൽക്കുന്നു. കേരളത്തിലെ 2ാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അത് അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്തിയ ഒരു വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ തൊഴിൽ മേഖലകളിലും പെട്ട തൊഴിലാളി വർഗം തന്നെയാണ്. പക്ഷെ 2ാം പിണറായി ഗവൺമെൻറ് എന്ന് പറയുന്നത് അധികാരത്തിലേറിയതിന് ശേഷം കേരളത്തിലെ ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ലാത്ത വിധമുള്ള തൊഴിലാളി വിരുദ്ധ നിലപാട് മാത്രം സ്വീകരിച്ചു. പരിപൂർണമായും ഒരു വലതുപക്ഷ മുതലാളിത്ത ചേരിയിലേക്ക് പെട്ടെന്ന് എന്ന് പറയാം ഒരു മാറ്റം വരികയാണ്. ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്, ഒരു ആശയത്തിന്, ഒരു ആദർശത്തിന് കാലഘട്ടം കൊണ്ട് വ്യതിയാനം വരാറുണ്ട്. പക്ഷേ നിമിഷ നേരം കൊണ്ട്, മാസങ്ങൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഒരു സംവിധാനം, ഒരു ആശയം വളർത്തിയെടുത്തത് അതിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ പിണറായി ഗവൺമെൻറ് മാറി എന്നത് വസ്തുതയാണ്. തോന ഉദാഹരണം പറയുന്നത് ഇപ്പം നമ്മുടെ ആശാ വർക്കർമാരെ മാത്രം നമ്മൾ എടുത്താൽ അല്ലേ, ഈ ആശാ വർക്കർമാരുടെ സമരത്തോട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എടുത്ത നിലപാടെന്താണ്? 232 രൂപയാണ് അവർക്ക് ഒരു ദിവസം കിട്ടുന്നത്. 7200 ചില്ലാനം രൂപ. അതൊരു 500 രൂപയാക്കി 15000 രൂപയാക്കിയിട്ടെങ്കിലും ഉയർത്തിത്തരണം എന്ന് പറഞ്ഞാണ് സമരം ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും കിട്ടണം. ഈ ഗവൺമെന്റിനെ കൊറോണ സമയത്ത് ഇവിടെ താങ്ങി നിർത്തിയ, നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകിയ, ജീവൻ പണയം വെച്ച് പണിയെടുത്ത സഹോദരിമാരാണ് ഈ പറയുന്ന വിഭാഗം. അവരാശയാണ്, അവരുടെ ജീവിതത്തിലെ ആശയറ്റപ്പോഴാണ് അവർ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്നത്. ആ സമരം 8 മാസത്തിലധികം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തി. 2025 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി 5-ാം തീയതിയോ 6-ാം തീയതിയോ ആണ് സമരം ആരംഭിക്കുന്നത്. എന്താണ് ഈ ഗവൺമെൻറ്, ഈ തൊഴിലാളി വർഗ ഗവൺമെൻറ് എടുത്തത്? CITU നേതാക്കന്മാരുടെ നിലപാട് സമരത്തോടെന്തായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ അവഹേളിച്ചുകൊണ്ട് CPM-ന്റെ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവന? ഒരു ചർച്ചക്ക് പോലും വിളിക്കാതെ, രാപ്പകലില്ലാതെ അവിടെ ഇരുന്നു. കേരളം മുഴുവൻ അവർ നടന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ അവരുടെ കണ്ണീര്, ഈ എന്താ പറയുക, കേരളത്തിന്റെ മണ്ണിൽ വീണതിന്റെ ആ കണ്ണീരിന്റെ വില ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് വിശ്വസിക്കുന്നവനാണ്. ചർച്ചയ്ക്ക് തയ്യാറായില്ല. എന്താ ചർച്ചയ്ക്ക് തയ്യാറാത്തതിന്റെ കാരണം? പിണറായിയുമായി ആലോചിച്ചില്ല എന്ന സമരം. അവരോട് ആവശ്യപ്പെട്ട് നിങ്ങൾ സമരം നിർത്തണം. സമരം നിങ്ങൾ ഫെബ്രുവരി, ഞാൻ പറഞ്ഞില്ലേ, ഫെബ്രുവരിയിലാണ് സമരം ആരംഭിക്കുന്നത്. മാർച്ചിൽ CITU-യുമായി ആലോചിച്ചൊരു സംയുക്ത സമരം നിങ്ങൾ ആരംഭിക്കുക, ഞങ്ങൾ കൂട്ടിത്തരാം. ഇതാണ് സ്വകാര്യ ചർച്ചയിലുണ്ടായത്. ഈ 8 ചില്ലാനം മാസം അവര് ഈ സമരം നടത്തിയിട്ട് അവസാനം ഒരു 100 രൂപയെങ്കിലും കൂട്ടിത്തരാം.
ഈ 7000 ചില്ലാനം എന്നുള്ളത് 10,000 ആക്കി തരാൻ. നമ്മളെ ഗ്രാമങ്ങളിലെ സാധാരണ എന്താ പറയാ, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് 2 പൊറോട്ടയും ഒരു ചായയും എന്താ പറയാ ഒരു ബീഫും കഴിച്ചാൽ 150 റുപ്യ കൊടുക്കാതെ നാട്ടിൽ നിന്ന് കിട്ടൂല. 1 കിലോ മത്തി കോഴിക്കോട്ടുകാർ ചിലപ്പോൾ ചാളാന്ന് പറയും, ജബിനിയൊക്കെ ചാളയായിരിക്കും അല്ലേ? ആ ചാള നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ എന്താ പറയാ പ്രധാന ഒരു മത്സ്യം എന്ന നിലക്ക് നമ്മൾ കണക്കാക്കപ്പെട്ട ഒരു സാധനമാണ് ഈ സാധനം. ഞാൻ ഇപ്പൊ ചാലിയത്തു നിന്നാണ് വരുന്നത്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ പോയി വരികയാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ആ ചാള വാങ്ങണമെങ്കിൽ ഇന്ന് കിലോക്ക് എത്രയാണ്? 100-200. അവിടെയാണ് ഇവർ ഈ എന്താ പറയാ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും അത് ജനുവിനാണ് ആ സമരം, അവർക്കത് കൂട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ധാർഷ്ട്യം. എന്താണ് ധാർഷ്ട്യം? എന്താണ് ഈ പിണറായിസം? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തത്? ലോകത്തെവിടെയും കണ്ടിട്ടുള്ളത് ഒരു ജനാധിപത്യ മതേതര ഉത്ബുദ്ധരായ കേരള സമൂഹത്തിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ എന്തും നടത്തും, നിങ്ങൾ അനുഭവിച്ചോളും. 10 വണ്ടി മുന്നിൽ 15 വണ്ടി ബാക്കിൽ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ പോവാ അല്ലേ? 29 സന്ദർശനം നടത്തിയ വിദേശത്ത്. 29 സന്ദർശനം. എത്ര കോടി ഉറപ്പിയ? മക്കളും മരുമക്കളും 100 റുപ്യന്റെ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തോ? 100 റുപ്യ. ആ പോപ്പിനെ കാണാൻ മുഴുവൻ പോയിക്കോട്ടെ. ഇനി 10 കോടിയല്ലേ ബാക്കിയുള്ളൂ, നടക്കട്ടെ. 29-30 ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മൾ സഹിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ളൊരു മുഖ്യമന്ത്രി എങ്ങനെയാ അദാനിയെ കെട്ടിപ്പിടിക്കുകയാണ് വാസവൻ. ഞങ്ങളെ പാർട്ട്ണറാണ് അല്ലേ? അപ്പൊ എവിടെയാ സ്നേഹം? സ്നേഹം മുഴുവൻ എവിടെയാണ്? മുതലാളിമാരുടെ പെർഫ്യൂമിന്റെ ഗന്ധം മാത്രമേ ഇവർ ഇഷ്ടപ്പെടുള്ളൂ. തൊഴിലാളി വർഗത്തിന്റെ വിയർപ്പ് ഇവർക്ക് അലർജിയാണ്. അലർജി. ഞാൻ വെറുതെ ഇറങ്ങി വന്നതല്ല, നമ്മളൊന്നും കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പോയതല്ല. ശബരിയൊക്കെ ഈ എന്താ പറയുക കേസ് തുടങ്ങുന്നതിന് മുമ്പ് ഏർപ്പാടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ വയസ്സിന് 10 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോ നമ്മളൊരു ഘട്ടത്തിൽ അപ്പുറത്തേക്ക് പോകുന്ന ഒറ്റ കാര്യമുണ്ടായിരുന്നു, 2 കാര്യമുണ്ട്. ഒന്ന്, ഇവരുടെ മതേതര നിലപാട്, ഈ പറയുന്ന ഫാസിസ്റ്റുകൾക്കെതിരെ നിലപാടെടുത്ത് ഈ നാടിന്റെ മതസൗഹാർദ്ദം നിലനിർത്താൻ അവരോടൊപ്പം നിന്ന് ഈ ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടുക. പിന്നെന്താ? പിന്നെ തൊഴിലാളി വർഗം. റസൂലുള്ള പറഞ്ഞത് വരമ്പത്ത് ഇന്ന് കയറുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം, വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം എന്നാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സാഹചര്യങ്ങൾ, ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പൊ അവരോട് നീതി പുലർത്തുന്ന, അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വിഭാഗം. ഈ 2 കാര്യമാണ് PVN എന്നതിലേക്ക് ആകർഷിക്കുന്നത്. മറ്റൊന്നും നമുക്ക് എന്താ പറയാ ഇടപെടാൻ കഴിയുന്നതല്ല. അത് രണ്ടും നേരെ കുത്തനെ തിരിഞ്ഞു, ഓപ്പോസിറ്റ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ പറയുന്നത് വികസിത കേരളമാണ്. അവർക്ക് മലയാളം അറിയില്ലെങ്കിൽ അത് മുമ്പ് പഠിച്ചു വെച്ചിട്ടുണ്ട്. വികസിത കേരളത്തെ കുറിച്ച് BJP സംസാരിക്കുമ്പോൾ പച്ച വർഗീയത പറഞ്ഞാൽ ഇവിടെ ചുക്കും നടക്കൂല കേരളത്തിൽ എന്ന് ബോധ്യപ്പെട്ട് ആ പാർട്ടി പോലും കേരളത്തിന് പ്രത്യേക ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് വെള്ളാപ്പള്ളിയും മരുവനും മൂപ്പരൊക്കെ പാടെ കൂടിയിട്ട് ഇങ്ങനെ നനച്ചിട്ടുണ്ട്. എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? എന്നിട്ട് ഇങ്ങനെ പറയാ, 1/2 വോട്ടിന് വേണ്ടി ഞങ്ങൾ നിലപാട് മാറ്റില്ല. ഒന്നും പറയാനില്ല. ഇപ്പൊ ഈ വികസനം ഞാൻ നടക്കേണ്ട പേരില്ല. കേരളത്തിലെ ഇവിടെ മോഡറേറ്റർ ചോദിച്ച ചോദ്യം, അതിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക? മറ്റൊന്നുമില്ല, ഇതിനെ മോഡേണൈസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കിനി റിവൈവ് ചെയ്ത് പോകാൻ സാധിക്കൂ. പണ്ടത്തുപോലുള്ള നെയ്ത്തും പണ്ടത്തുപോലുള്ള ഉത്പാദന സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ റിവൈവ് ചെയ്ത് പോകാൻ സാധിക്കും. കാലം മാറി, ആധുനിക സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗവൺമെൻറ്റായിട്ടുള്ള
PV അൻവർ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വരുന്നത് വരെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റിവൈവ് ചെയ്യാനുള്ള മാർഗം ഇതിനെ ആധുനികവൽക്കരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം പരമ്പരാഗത അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇതിൻ്റെ ആധുനികവൽക്കരണം റിവൈവലാണ്. ആധുനികവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നലെ പൊതുസമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാര്യം മോദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായി ഉള്ള തൊഴിൽ നഷ്ടപ്പെടുത്തലല്ല ആവശ്യം. തൊഴിലാളിയെ സംരക്ഷിച്ചുകൊണ്ട് അവൻ്റെ അധ്വാന ഭാരം ലഘൂകരിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള അൻവർ സാഹിബിനെ ഈ സദസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഒട്ടും അനുയോജ്യമല്ലാത്തവരാണ് ഭരണവും തന്നെയാണ്. ഇപ്പം നമ്മുടെ STUവിൻ്റെ പ്രസിഡന്റ് ഇവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കൂടി ചർച്ചയുടെ ഭാഗമായിട്ട് ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കാം. നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്, നമ്മുടെ കേരളത്തിലെ കൃഷി മേഖല തകർന്നിരിക്കുകയാണ്, പരമ്പരാഗത തൊഴിൽ മേഖല തകർന്നിരിക്കുകയാണ്. ഈ ഒരു ക്ഷാമത്തിനെ ഒരു രോഷമാക്കിയിട്ട് മാറ്റാൻ എത്രത്തോളം STU എന്നുള്ള ഒരു സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്? ഞാനൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് നിനക്ക് വിളിക്കുന്നതാണ്. ഈ കസാര ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രം. ഇതിന് പങ്കെടുക്കുന്ന അൻവർ സാഹിബ് ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുകയാണ് സദസ്സിന് അറിയിക്കുക. ഇവിടെ നമ്മുടെ മൊബൈലിൽ ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഈ കാർഷിക രംഗത്തും അതുപോലെ തന്നെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുമുള്ള പ്രതിസന്ധി കേരളത്തിൻ്റെ മാത്രമല്ല പൊതുവിൽ രാജ്യത്തിൻ്റെ തൊഴിൽ പ്രതിസന്ധികൾ കൂടി ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കുന്നത്. പരമ്പരാഗത തൊഴിൽ മേഖല ഒരു കാലത്ത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഗുണപരമായിട്ടുള്ള പരമ്പരാഗത വ്യവസായ ശൃംഖല 3-4 ലക്ഷം ആളുകൾ കേരളത്തിൽ അതിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നു. അതിൻ്റെ ഒരു സമരത്തിന് ഞാൻ പോയതാണ്. നമ്മൾ വെളിയിൽ നോക്കുമ്പം അവർക്ക് നല്ലതാണ്, അവർക്ക് ദിവസം 1000 കിട്ടുന്നു 2000 കിട്ടുന്നു ഒക്കെ പറഞ്ഞുള്ള ഒരു കഥയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ഈ കുട്ടികളാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന നമ്മുടെ പാർട്ടിക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ആയിട്ടും കേരളത്തിലുണ്ട്. ഇപ്പോഴൊരു അവസ്ഥ എന്താണെന്ന് അറിയുമോ? ആദ്യമൊക്കെ നമുക്ക് നമ്മൾ ഒരിക്കലും വികസനത്തിനെതിരല്ല, പക്ഷെ അങ്ങനെയൊക്കെയാണ് എങ്കിലും ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനും അത് ഒരു വിധത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള വികസനങ്ങളോട് ഐക്യപ്പെടുമ്പോൾ തന്നെ ഇവർ ചെയ്യുന്ന രൂപങ്ങളും രീതികളും അതിനോടൊപ്പമുള്ള മറ്റുള്ള ഫോർമാലിറ്റീസിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതി കഴിഞ്ഞ കാലങ്ങളിലായിട്ട് UDFന്റെ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിലവിൽ പക്ഷേ ഇപ്പോൾ ഒടുവിലായിട്ട് നമ്മൾ ഈ പറയുന്ന സമരങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ പ്രതിപക്ഷം അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് നിർവഹിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടോ? ശരിയല്ല. ഉദാഹരണം, ആശാസമരം നടന്ന ആ ദിവസങ്ങളിലെല്ലാം അതിന് ഏറ്റവും കൂടുതൽ ഒരു സഹായം, നയപരമായിട്ടുള്ള സഹായവും അതിൻ്റെ പുറത്തു നിന്നുള്ള ഒരു സഹായം, ആ ഒരു കോസ്റ്റിനെ ചാമ്പിൾ ചെയ്തത് പ്രതിപക്ഷമാണ്. അതുകൊണ്ടാണല്ലോ CPMന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ SCCIയുടെ അല്ലെങ്കിൽ ആ സമരത്തിൻ്റെ മുന്നിൽ നിന്ന് വിജയിച്ച് അടക്കമുള്ള ആളുകളൊക്കെ നക്സലൈറ്റുകളാണ്. നരേന്ദ്രമോദി അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ പാകിസ്ഥാനികളാണെന്ന് പറയുന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെ സമരം ചെയ്യുന്ന ആളുകളെ കേരളത്തിൽ നക്സലൈറ്റുകൾ എന്നാണ് വിളിച്ചത്. അപ്പം മിനി എന്ന് പറഞ്ഞ പഴയ SCCIയുടെ നേതാവ്, അവരാണ് ഈ ഫെഡറേഷന്റെ ഹെഡായിട്ടിരുന്നത്. അവരടക്കമുള്ള അവിടെ നേരത്തെ പറഞ്ഞൊരു വിഷയം കൂടെ വരുന്നുണ്ട്. മിനി ചേച്ചിനെ നക്സലൈറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം ആയിരുന്നു എങ്കിൽ അവിടെ നിന്ന് തീവ്രവാദിയായിട്ട് മാറുകയാണ്. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ചെയ്തത്. ആ സമരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, ഞാനിതിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഏകദേശം കൊണ്ടുവരുന്നതാണ്. അത് അവര് ഞാൻ പറഞ്ഞത് ഈ സമരത്തിന് തീക്ഷ്ണത പറഞ്ഞില്ല. ആദ്യമൊക്കെ ഭയങ്കര ആളും ബഹളവും ആനയും അമ്പാനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമരം 1 വർഷമൊക്കെ നീളുമ്പോൾ അവസാനം ഈ മഴയുള്ള സമയങ്ങളാണെങ്കിലും വെയിലാണെങ്കിലും വേറെ എന്ത് ബുദ്ധിമുട്ടെങ്കിലും അവിടെ എല്ലാ ദിവസവും 5 ആളുകളെങ്കിലും
ആ സമരത്തിന്റെ ഭാഗമായി അവർ സമരം ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ചെയ്തൊരു തെറ്റ് ഞാൻ പറയുന്നത്. ആ സമരത്തിന്റെ ഭാഗമായി എനിക്കറിയാവുന്ന നമ്മുടെ പാർട്ടിക്കാരിയായിട്ടുള്ള അങ്ങനെ ഒരു ആശാ വർക്കർ, ആ വർക്കറെ PHC വിളിച്ചിട്ട് അവരോട് ഇന്ന് വന്നില്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ജോലി പോകുമെന്ന് പറയുന്നു. ഇത് മാത്രമല്ല, ആശാ വർക്കർമാരുടെ സമരം കുറുമ്പിരി കൊണ്ട ദിവസം എന്ന് വെച്ചാൽ കേരളത്തിൽ ഉടനീളമുള്ള ആശാ വർക്കർമാർ സമരം തീരുമാനിച്ച് സെക്രട്ടറി മുന്നിൽ നിരാഹാരം നിൽക്കുന്നു പറഞ്ഞ ദിവസം, ആ ദിവസം തന്നെ ഇവരെന്ത് ചെയ്തറിയാവും, ഇവർ ട്രെയിനിങ് വെച്ചു. കേരളത്തിലെ എല്ലാ ജില്ലയിലും ആശാമാർക്ക് ട്രെയിനിങ് വെച്ചു. വരാനിരുന്ന 19 പഴയ ബ്രിട്ടീഷുകാരുടെ സ്ട്രാറ്റജി ഡിവൈഡറിനുള്ളതെന്ന് പറയും, അതേ സാധനമാണ്. അപ്പോൾ ശക്തമായ സമരത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, സമരത്തിന് അനുകൂലമായി നിൽക്കുന്ന അമ്മമാരുണ്ട്. പക്ഷെ വയറ്റുപേഴ്പ്പ് കാരണം അവർക്ക് പ്രത്യക്ഷമായി ഒരു സമീപനം കഴിഞ്ഞ കാലങ്ങളിലായിട്ട് സർക്കാർ സ്വീകരിക്കുന്നു. അതോടെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. മനുഷ്യന്റെ ഈ നാട്ടിൽ തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്റീവ് മൈൻഡിനെ, അല്ലെങ്കിൽ അതിലൂടെ പടുത്തുയർത്തുന്ന ഒരു കേരളത്തിനെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. സർക്കാരിന്റെ ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം ഒരു കവിതയാണ്. മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിന്റെ കനലാണ് പ്രശ്നം എന്നുള്ളത് ഞാൻ പാടിക്കൊണ്ടിരിക്കുക. അടുത്ത ദിവസങ്ങളത് ചർച്ച. ശരിക്കും വിശപ്പും പട്ടിണിയും ഒക്കെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ആളുകൾ കേരളത്തിലെ തൊഴിലാളികളാണ്. ഈ പാട്ട് എവിടെ നിൽക്കുന്നു? ഈ മനുഷ്യന്മാരുടെ വയറിലെ വിശപ്പ് എവിടെ നിൽക്കുന്നു? എന്താണ് കേരളത്തിലെ തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള സർക്കാർ സമീപനങ്ങളോടുള്ള ഒരു മനസ്ഥിതി എന്നുള്ളത് ഒന്ന് വിശദീകരിക്കണം. ഈ കവിതയുടെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഫാത്തിമ വളരെ സജീവമായ ബജറ്റ് പ്രസംഗത്തിലടക്കം ഇത് കടന്നു വരുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, കവിതയുടെ ഒരു രാഷ്ട്രീയം. 2, മനുഷ്യന്റെ വിശപ്പാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന ഒരു പാർട്ടി നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെന്റ് മനുഷ്യന്റെ വിശപ്പ് എന്ന വലിയ യാഥാർത്ഥ്യത്തെ എത്രത്തോളം അഡ്രസ് ചെയ്യുന്നു. 2 കാര്യങ്ങൾ അതിനുണ്ട്. പിന്നെ അത് ഈ കവിതയുടെ ഒരു കാര്യം പറയുന്നത്, മതം ഒരു സെക്ടറാണ്, മനുഷ്യന്റെ വിശപ്പ് വേറെ ഒരു മേഖലയാണ്. മതവും മനുഷ്യന്റെ വിശപ്പും തമ്മിൽ ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നത്. ഇപ്പോ ഈ പ്രസംഗിച്ച ആള് കടപ്പുറത്ത് അങ്ങനെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ആൾ, നമുക്ക് STUക്കാരൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, ഇത് വളരെ ആഴത്തിലുള്ള ഐഡിയോളജിക്കലായ ഒരു പ്രശ്നമാണ്. മതത്തെ നമുക്ക് സ്വത്വം എന്ന് മാറ്റി വായിക്കാം, വിശപ്പിനെ നമുക്ക് വർഗം എന്ന് മാറ്റി വായിക്കാം. അങ്ങനെ വരുമ്പോ ഇപ്പൊ പറയുന്നത് മതം ഒരു സ്വത്വം എന്ന് പറയുന്നത് വളരെ വർഗീയമായ ഒരു സാധനമാണ്. വർഗം, വിശപ്പ് എന്നൊക്കെ പറഞ്ഞാൽ സെക്കുലറായ ഒന്നാണ്. 2 പരസ്പരം വെള്ളം കയറാത്ത കമ്പാർട്ട്മെന്റാണ്. യഥാർത്ഥത്തിൽ ഇത് തൊഴിലാളികളെ കുറിച്ചും അവർക്കറിയില്ല, സ്വത്വത്തെ കുറിച്ചും അറിയില്ല, വിശപ്പിനെ കുറിച്ചും അറിയില്ല, മതത്തെ കുറിച്ചും അറിയില്ല എന്നുകൊണ്ടാണ്. ഞാൻ പെട്ടെന്ന് പറയാം, ഇന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി സമരം 1928 ബോംബെയിലെ നെയ്ത്തുമിൽ തൊഴിലാളികൾക്കിടയിൽ നടക്കുന്ന സമരമാണ്. ആ സമരത്തിന്റെ ഒരു സവിശേഷത, അത് ഇടതുപക്ഷ യൂണിയനുകൾ നേതൃത്വം കൊടുത്ത സമരമാണ്. ആ സമരത്തിന്റെ ഭാഗമായി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രവർത്തകര് അംബേദ്കറെ പോയി കാണുന്നു. അംബേദ്കറെ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ കൂലി വർദ്ധിപ്പിച്ചു തരാനുള്ള സമരത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാം, പക്ഷെ സമരത്തിന്റെ ഡിമാൻഡുകളുടെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. ഇത് തൊഴിലാളി നേതാക്കൾ എന്താണ്, ഒരു നെയ്ത്ത് തൊഴിലിന് ദളിതരെ കൂടി ഉൾപ്പെടുത്തണം. സാധാരണഗതിയിൽ നെയ്ത്ത് തൊഴിലിന് ദളിതരെ ഉൾപ്പെടുത്താറില്ല. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ, അവിടെയാണ് ഈ സ്വത്വം, ജാതി, ഇത് ചെറിയ കാര്യങ്ങളാണ്. നെയ്ത്ത് തൊഴിലിനിടയിൽ അന്നത്തെ ഈ ടെക്നോളജി ഒന്നും ഒരുപാട് ഡെവലപ്ഡ് അല്ല. ഈ ചർക്കയിലേക്ക് നൂല് നോക്കുമ്പോൾ ഈ ആദ്യ പുരാതന കാലം ഒരുപാട് നെയ്ത്തൊഴിലാളികൾ അറിയാം, സൂചിക്കകത്തേക്ക് നൂല് നോക്കുമ്പോൾ മനുഷ്യന് വയ്ക്കുന്ന ചെറിയൊരു ടെക്നോളജി ഉണ്ട്. ഒരല്പം ഉമിനീര് പുരട്ടിയിട്ട് ഈ സൂചിയിലേക്ക് നൂല് വരുന്നു പോലെയാണ്. അപ്പോൾ ദളിതനായ തൊഴിലാളി അയാളുടെ ഉമിനീര് പുരട്ടിയിട്ട് വസ്ത്രം ഉണ്ടാക്കിയാൽ ആ വസ്ത്രം മാർക്കറ്റിൽ ആള് വാങ്ങില്ല. കാരണം ഇത് ദളിതന്റെ തുപ്പല് വരേണ്ട വസ്ത്രമാണ്, അത് അയിത്താണ്, തൊട്ടുകൂടായ്മയാണ്. ഇറ്റ്സ് എ ഐഡന്റിറ്റി ഇഷ്യൂ, അതൊരു ക്ലാസ് ഇഷ്യൂ അല്ല, അത് വർഗപരമായ ഒരു വിഷയമല്ല. അയാൾ ദളിതനായതുകൊണ്ടാണ് അയാൾക്ക് നെയ്ത്ത് തൊഴിൽ നിഷേധിക്കപ്പെടുന്നത്. അത് നെയ്ത്ത് തൊഴിൽ വൈദഗ്ധ്യമില്ലാത്തതുകൊണ്ടല്ല, അവന്റെ പ്രശ്നം അവന്റെ ഉമിനീരാണ്, ദളിതന്റെ ഉമിനീരാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ആ കൂലി കൂട്ടിക്കെട്ടുന്ന സമരത്തിൽ ഈ മുദ്രാവാക്യം അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അംബേദ്കറെ തൊഴിലാളികളോട് ആ സമരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജാതി പ്രശ്നമുണ്ട്, ഒരു ദളിതൻ എന്ന നിലയ്ക്ക് നേരിടുന്ന പ്രശ്നമുണ്ട്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നേരിടുന്ന പ്രശ്നമുണ്ട്, ഒരു OBC-കാരൻ എന്ന നിലയ്ക്ക് നേരിടുന്ന പ്രശ്നമുണ്ട്,
ഫാത്തിമ വലിയൊരു സ്ത്രീ എന്ന നിലയിൽ ഇതൊക്കെ ഐഡന്റിറ്റി ഇഷ്യൂസ് ആണ്. ഇത് രണ്ടും ചേർപ്പോൾ ലെനിനെ കുറിച്ച് വികസിത് ഭാരത് എന്ന് പറയുന്ന തന്നെ മാഗസിനിൽ അംബേദ്കർ എഴുതിയത് ലെനിൻ വലിയൊരു തൊഴിലാളി വർഗ വിപ്ലവം നയിച്ച ആളാണ്. അദ്ദേഹം ഇന്ത്യയിലായിരുന്നു വന്നതെങ്കിൽ ലെനിന്റെ ആദ്യത്തെ ഇൻകുലാബ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരാകുമായിരുന്നു. അവിടെയാണ് എസ്റ്റീവിന്റെ നിലപാട് പ്രസക്തമാകുന്നത്. മതവും വിശപ്പും സ്വത്വവും വിശപ്പും രണ്ടും ചേർന്ന് പോകേണ്ടത്. അംബേദ്കർ എന്ന് പറഞ്ഞത് ക്ലാസ് ഈസ് എൻക്ലോസ്ഡ് അല്ല, അതെ, കാസ്റ്റ് ഈസ് എൻക്ലോസ്ഡ് ക്ലാസ് ഇൻ ഇന്ത്യ എന്നാണ്. ജാതി എന്നത് ഇന്ത്യയിൽ അടച്ചു വെക്കപ്പെട്ട പോലത്തെ. നിങ്ങളൊരു സമുദായത്തിൽ ജനിച്ചാൽ ആ തൊഴിൽ തന്നെ ചെയ്തോളണം എന്ന് കൽപ്പിക്കുന്ന ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ, ഇവിടെ കോർപ്പറേറ്റ് വ്യവസ്ഥ, ഒരേ സമയം നേരിട്ട് പോകാൻ കഴിയും. ആ പണി നല്ല വൃത്തിയായി എടുക്കുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് എസ്റ്റീവ് എന്നതുകൊണ്ട് ഈ വലിയ സൈദ്ധാന്തിക പ്രശ്നത്തെ പരിഹരിച്ച് അതിനെ സോൾവ് ചെയ്ത ഒരു തൊഴിലാളി പ്രസ്ഥാനം എസ്റ്റീവാണ് എന്ന് പറയാൻ എനിക്ക് കഴിയും. ഇനി കേരളത്തിന്റെ ഞാൻ പെട്ടെന്ന് പറയാൻ സമയമില്ല. കേരളത്തിന്റെ വിശപ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ സമരം ഈ കേരളത്തിൽ നടന്ന ഒരു തൊഴിൽ സമരമാണിത്. കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്നൊരു സമരമാണ്. ഫാത്തിമ ഒരു പെൺകുട്ടിയും കൂടിയാണ്. ആ സമരത്തിൽ 100% സ്ത്രീകൾ, 100% തൊഴിലാളികൾ അണിനിരന്നുകൊണ്ട് 100 ദിവസം കേരളത്തിന്റെ പൊതുമനസാക്ഷി അവർ സമരം നടത്തി. വലിയ ഒരു സമരം. കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ ആ സമരത്തിന്റെ ഉപയോഗിച്ചു. ഒരു ചർച്ച അവിടെ ഇല്ല. ഒരേ ഒരു ചർച്ച ആരോഗ്യമന്ത്രി നടത്തി പരാജയപ്പെട്ടു ചോദിച്ചാൽ രണ്ടാം വട്ടം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ കവടിയാറിനെ കുറിച്ച് ശബരി പറഞ്ഞപ്പോൾ ആ ക്ലിഫ് ഹൗസിന്റെ വെളിപ്പാട് അങ്ങനെയാണ് ആ സമരം നടന്നത്. 100 തൊഴിലാളി സ്ത്രീകളാണ് തൊഴിലാളികൾ. അവർ സമരം ചെയ്യുമ്പോൾ അവരുമായിട്ട് ചർച്ചയില്ല എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചാൽ ഇവരുടെ ഒരു പ്രയോറിറ്റി വളരെ കൃത്യമാണ്. തൊഴിലാളി വർഗവും വിശപ്പും ഒക്കെ ആളെ കൂട്ടാനുള്ള മുദ്രാവാക്യങ്ങൾ എന്നതിനപ്പുറത്ത് ആ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ഈ അതിനൊരു ഒറ്റുദാഹരണം. തീർച്ചയായിട്ടും വസ്ത്രത്തിൽ രാഷ്ട്രീയമുണ്ട്. ബഡ്ജറ്റ് കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ പറ്റും. 100%. ഞാനിപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റം പറയാം. നിങ്ങളെ നേരിട്ട് എഫക്ട് ചെയ്യുന്നൊരു കാര്യമല്ല, പക്ഷെ എന്നാൽ എഫക്ട് ചെയ്യുന്നതുമാണ്. ഇന്ന് കേരളത്തിലുടനീളം സർക്കാരിൻ്റെ ഏത് പ്രോഗ്രാം നോക്കാനും വലുത് മുതൽ ചെറുത് വരെയുള്ള പ്രോഗ്രാം നോക്കിയിട്ട് അതിലെല്ലാം ഒരു സൂപ്പർ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് ഒരു കമ്പനി. പണ്ടൊക്കെ തിരുവനന്തപുരത്ത് ഓണാഘോഷം നടക്കുകയാണ്. അവിടെ ഈ കട്ടട കവടിയാർ വാർഡിലെ ജവഹർ നഗറിന്റെ നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ വീടിന്റെ ബാക്കിൽ നമുക്ക് എല്ലാ ദിവസവും മുമ്പ് കാണുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടുള്ള തൊഴിലാളികളെയാണ്. അപ്പോൾ കേരളത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് തൊഴിലാളികളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും നമ്മുടെ സർക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം. ഞാൻ എപ്പോഴും പറയും, കേരളത്തിലെ സാമ്പത്തികമായി നിങ്ങൾ തന്നെ അറിയാത്ത നിങ്ങളുടെ ഒരു വില ഞാൻ പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു നിൽക്കുന്നത് എന്താണ്? സാമ്പത്തികമായി ടാക്സ് കളക്ഷനാണ്. അതിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് 2 വിഭാഗങ്ങളാണ്. ഒന്ന് ലോട്ടറി, വേറൊന്ന് നിർഭാഗ്യവശാൽ മദ്യം വരുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ആരാണ് തൊഴിലാളി അവരുടെ നിർവചനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ്. ഇന്നിപ്പം ഞാൻ പാളയം മാർക്കറ്റിലോ വലിയങ്ങാടിയിലോ തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിലോ അല്ലെങ്കിൽ എറണാകുളത്ത് ബ്രോഡ്വേയിലോ ഒക്കെ ഏത് പ്രോഗ്രാമിലൂടെ ഇത്തരത്തിൽ വേദി വരുമ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കൃത്യമായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനം കേരളത്തിലുള്ള 11:30 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് കൃത്യമായിട്ടുള്ള വനിതാ പ്രാതിനിധ്യം കൂടി നിങ്ങൾ വെളിയിൽ വെക്കുന്നത് വളരെ. പാനൽ ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം 3 പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട കെ ശബരിനാഥ് അവർകളാണ്. നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ കവടിയാർ കൗൺസിലർ കൂടിയാണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. അതുപോലെ ബഹുമാനനായിട്ടുള്ള ഷിബു മീരാൻ, യൂത്ത് ലീഗിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷിബു മീരാൻ ഇവിടെയുണ്ട്. PV അൻവർ സാഹിബിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സൗദാഹസൻ ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്.
നമ്മുടെ പരിപാടിയിൽ പാനലിസ്റ്റുകളായി എത്തി തൊഴിലവകാശ നിഷേധവും കേരളത്തിൻ്റെ വികസനവും എന്ന വിഷയമാണ് നമുക്കിവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ അഡ്വക്കേറ്റ് ഷിബു മീരാൻ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി, അതേപോലെ തന്നെ കെ എൻ ശബരിനാഥ് മുൻ MLA-യും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ എത്തിയിട്ടുണ്ട്. മോഡറേറ്ററായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഇന്നത്തെ പ്രതിനിധി സമ്മേളനം, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് STUവിൻ്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. STU സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ, STUവിൻ്റെ 33 ഫെഡറേഷനുകളുടെ സംസ്ഥാന ഭാരവാഹികൾ, കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഫെഡറേഷനുകളുടെ ജില്ലാ ഭാരവാഹികൾ, മറ്റ് ജില്ലകളിലെ വിവിധ ഫെഡറേഷനുകളുടെ ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഇന്നലെ നടന്ന സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ ഐതിഹാസികമായ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വളരെ ദീർഘനേരം നടത്തിയ ഒരു പ്രകടനത്തിൻ്റെയും തുടർന്ന് കടപ്പുറത്ത് നടത്തിയ മഹാസമ്മേളനത്തിൻ്റെയും പ്രതിനിധികളായിട്ടാണ് ഇന്ന് കോഴിക്കോട് നഗരത്തിൽ സ്റ്റേ ചെയ്ത് നമ്മുടെ പ്രതിനിധികൾ ഇവിടെ ഈ ഹാളിൽ എത്തിയിട്ടുള്ളത്. ഈ സെഷനിൽ സ്വാഗതം ആശംസിക്കുന്നത് STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. മുനീറയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നത് STU സംസ്ഥാന സെക്രട്ടറിമാരുടെ ഒരാളായ K. സൗദ ഹസനാണ്. സ്വാഗത ഭാഷണത്തിനായി A. മുനീറയെ ക്ഷണിക്കുന്നു. വേദിയിരിക്കുന്ന ആദരണീയരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇന്നത്തെ ബാഡ്ജില്ലേ? ബാഡ്ജുണ്ട്, പക്ഷേ റൂമിൽ വെച്ചോ. ഇത് മലപ്പുറമാണ്, മലപ്പുറമാണ്. അതന്നെ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു